കണ്ണൂർ പയ്യന്നൂരിൽ യുവതിയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. മാതമംഗലം സ്വദേശി അനിലയാണ് മരിച്ചത്. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തെന്നാണ് സംശയം. യുവതിയെ കാണാനില്ലെന്ന് ഭർത്താവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രാഥമിക അന്വേഷണത്തിലാണ് ഈ യുവതിയെ ഈ വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെപ്പെട്ടിട്ടുണ്ട്. ഈ യുവതിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ബൈക്കിലൊരാളെന്ന് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ടതിന് പരിയാരം പോലീസ് സ്റ്റേഷനിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിലേഷനും കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ നമ്മൾ പരിശോധിക്കുകയാണ്. 2 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ പെൺകുട്ടിയെ കാണാതായതിന് പെരിങ്ങോം PS-ലൊരു കേസുണ്ട്. മൊത്തം 3 കേസുകളുണ്ട്. ഇതിൻ്റെ റിലേഷനും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് വരികയാണ്. ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ഇത് സ്ഥിരീകരിച്ചത്. ഇങ്ങനെ ബോഡി ഇവിടെ ഇതായിട്ടുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ അവളെ മൊബൈൽ നമ്മളെ വെള്ളോറ ഇത് ചെയ്തവർ വെള്ളോറ കൊണ്ട് ചാടിയിട്ടുണ്ട്. അവിടെ മൊബൈൽ ഇപ്പോൾ അവളെ ലൊക്കേഷൻ കാണിക്കുന്ന വെള്ളോറയാണ്, അവളെ നാട്ടിൽ തന്നെ. അപ്പോൾ ഇത് ചെയ്തത് ഒരു വ്യക്തിയല്ല. ഇതിനിടയിൽ പിന്നെ അവൻ്റെ സഹായത്തിൽ ആരോ 2-3 പേര് ഇതിനിടക്കുണ്ടായിട്ടുണ്ട്. ആ വ്യക്തിനെ ചെറിയ പരിചയമുള്ളൂ. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. സജോ, എന്തൊക്കെയാണ് ഒടുക്കം ലഭിക്കുന്ന നിഗമനങ്ങൾ, വിവരങ്ങൾ? സുഹൈൽ, ഇന്ന് രാവിലെയാണ് മാതമംഗലം സ്വദേശിനിയായ അനിലയെ പയ്യന്നൂർ അന്നൂരിലെ ബെറ്റി എന്നയാളുടെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കുടുംബാംഗങ്ങൾ വിനോദയാത്ര പോയിരിക്കുകയാണ്. കുറച്ച് ദിവസമായി വീട് അടഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ പരിപാലനത്തിനായി സുദർശന പ്രസാദ് എന്നയാൾക്ക് ചുമതല നൽകിയിരുന്നു. താക്കോലും അയാളുടെ കൈവശമുണ്ടായിരുന്നു. ഈ യുവതിയും സുദർശന പ്രസാദും സുഹൃത്തുക്കളായിരുന്നു. ഇവരുടെ ബന്ധം സംബന്ധിച്ച് നേരത്തെയും ചില തർക്കങ്ങളൊക്കെ ഉടലെടുത്തിരുന്നു. അതിന് പിന്നാലെ അത് പരിഹരിക്കുകയും ഒക്കെ ചെയ്തതാണ്. യുവതി പതിവായി ജോലിക്ക് പോകുന്ന ആളാണ്. ഇന്നലെ വൈകിട്ട് അവർ ജോലിക്ക് പോയി തിരിച്ചെത്തിയില്ല. പിന്നാലെ ഭർത്താവും സഹോദരനും പോലീസിൽ പരാതി നൽകി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അതിനിടെയാണ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ഡൈനിങ് ഹാളിനോട് ചേർന്ന്, അടുക്കളയോടും ഡൈനിങ് ഹാളിനോടും ചേർന്ന സ്ഥലത്ത് കമിഴ്ന്ന് കിടക്കുന്ന നിലയിലാണ്. ശരീരത്തിൽ പരിക്കുകളുണ്ട്. മുഖത്തു നിന്നൊക്കെ വലിയ തോതിൽ പരിക്കുകളുണ്ട്. രക്തം വാർന്ന സ്ഥിതിയിലായിരുന്നു. കൊലപാതകം എന്ന് തന്നെയാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനവും കണ്ടെത്തലും. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പോകുന്നു. ഇപ്പോൾ പോലീസിന്റെ ഒരു പ്രാഥമികമായ നിഗമനം, CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. യുവതിയുടെ സുഹൃത്തു കൂടിയായ സുദർശന പ്രസാദ് അവിടെ എത്തിച്ച് കൊല നടത്തിയതിനു ശേഷം പിന്നീട് അയാൾ പോയി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. പക്ഷേ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റ് ഫോറൻസിക് പരിശോധനകളും ശാസ്ത്രീയ പരിശോധനകളും CCTV ദൃശ്യങ്ങളും ഒക്കെ വിശദമായി പരിശോധിക്കണം. അതിനുശേഷമേ ഒരു അന്തിമമായ നിഗമനത്തിലേക്ക്, കണ്ടെത്തലിലേക്ക് എത്തുകയുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ പ്രാഥമികമായ നിഗമനം ഇങ്ങനെയാണ്. ഇവരുടെ ബന്ധം സംബന്ധിച്ചുണ്ടായ തർക്കങ്ങളുടെ തുടർച്ചയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിൻ്റെ പ്രധാന പ്രകോപനം ഇങ്ങനെയാണ് എന്നതാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായും പറയുന്നത്. നേരത്തെ അത് സംബന്ധിച്ച് യുവതിയും വിവാഹിതയാണ്. പക്ഷേ ഇയാളുമായി സൗഹൃദം ഉണ്ടായിരുന്നു മുൻപ്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ആ ബന്ധത്തിൽ വിള്ളൽ വീഴുകയും ചില തർക്കങ്ങളൊക്കെ ഉടലെടുക്കുകയും ചെയ്തു എന്നാണ് യുവതിയുടെ സഹോദരൻ തന്നെ പറയുന്നത്. അതൊക്കെ പിന്നീട് പോലീസ് സ്റ്റേഷനിലൊക്കെ വെച്ച് പരിഹരിക്കുകയും ഒക്കെ ചെയ്തതാണ് എന്താണ്. പക്ഷേ ഈ യുവതിയെ ഈ സ്ഥലത്തേക്ക് ഇവിടെ ആൾ ഉണ്ടായിരുന്നില്ല. അത് കൃത്യമായി മനസ്സിലാക്കി ഈ സ്ഥലത്ത് എത്തിക്കാം എന്ന് മനസ്സിലാക്കുകയും അങ്ങോട്ടേക്ക് എത്തിക്കുകയും അതിനുശേഷം ഇദ്ദേഹം കൊല നടത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്തു എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം സഹോദരൻ ആരോപിക്കുന്നത് കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. എല്ലാം വിശദമായി പരിശോധിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മരിച്ച രണ്ടുപേരും മാതമംഗലം സ്വദേശികളാണ്. ശരി, സജോ ദേവസ്യാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക.